നമസ്കാരം. ഓസ്ട്രേലിയൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ നല്ല സൂപ്പർ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ സെറ്റിൽഡ് ആണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം, കുറച്ച് നാൾ മുമ്പ് നമ്മൾ ന്യൂസിലാൻഡ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് നാൾ മുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഓൾമോസ്റ്റ് 1 year ആയി. ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് ഡിസംബറിലാണ് നമ്മൾ ന്യൂസിലാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയ ഒരു ട്രാവൽ വ്ളോഗാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീണ്ടും ക്രിസ്മസ് സീസണായി, ലോങ് ഹോളിഡേയ്സ് വരികയാണ്. അപ്പോൾ നമ്മൾ പല ആൾക്കാരും ലോങ് ട്രിപ്പ് പോകാനൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത്തവണ ആരെങ്കിലും ന്യൂസിലാൻഡ് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ ഇതും. ലാസ്റ്റ് ടൈം നമ്മൾ പോയ വനാക്ക ലാവൻഡർ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ഒരു 1 day ട്രിപ്പ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഫുൾ ഡേ ജേണി എടുക്കുകയാണെങ്കിൽ അതിലൊരു 2-3 മണിക്കൂർ നമ്മുടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരിക്കും ഈ ഒരു ലാവൻഡർ ഫാം കേട്ടോ. എനിക്ക് തോന്നുന്നു ആഫ്റ്റർനൂൺ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ എത്ര മണിക്കാണ് ഇത് ക്ലോസ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കണം. എനിക്ക് തോന്നുന്നു 3 മണി 4 മണിയോട് കൂടി ഇവർ ഈ ഫാം അടയ്ക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഷോപ്പാണ്. ആസ് യൂഷ്വൽ നമ്മൾ ഏത് ഫാമിൽ പോയാലും നമ്മൾ ആദ്യം കാണുന്ന പോലത്തെ തന്നെ ഒരു ഷോപ്പിലൂടെയാണ് നമ്മൾ അതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടീ, കോഫി, ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാൻ പറ്റിയ ചെറിയൊരു കഫേ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹണി ടേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ ഒരു ലാവൻഡറിൻ്റെ സ്മെല്ലുള്ള സോപ്പ്, അതേപോലെ തന്നെ പെർഫ്യൂംസ്, അങ്ങനത്തെ കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ലാൻഡിലാണ് ഈ ഒരു ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പല തട്ടുകളായിട്ട് വെറൈറ്റീസ് ഓഫ് ലാവൻഡേഴ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ വേറെ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള വേറെയും പൂക്കളുണ്ട് ഗാർഡനിൽ. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട് കുറച്ച് ഗെയിംസിന് പറ്റിയ പ്രോപ്പർട്ടീസും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു 2-3 മണിക്കൂർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇഷ്ടായ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു നവംബർ ലാസ്റ്റ്, ഡിസംബർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭയങ്കര കളർഫുൾ സീസണാണ് ന്യൂസിലാൻഡിൽ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സമയമാണ്, നല്ല സണ്ണിയാണ്. അതേപോലെ തന്നെ എല്ലാ പൂക്കളും നന്നായിട്ട് ബ്ലൂം ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാമൊക്കെ കാണാൻ പോകാനായിട്ട് പറ്റിയ ടൈമാണ് കേട്ടോ. പിന്നെ ഇതിനകത്ത് തന്നെ നമ്മൾ ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ള ചില ഫോട്ടോസ് ഉണ്ട്. ലാവൻഡർ കളർ ഒരു ഡോറ് തുറന്നു വരുന്നത്, അതേപോലെ ഒരു ചെറിയൊരു ട്രാക്ടർ പോലത്തെ ഒരു സംഭവം ലാവൻഡർ കളറിൽ പെയിൻ്റ് അടിച്ച് ഫുൾ സെറ്റാക്കി, അങ്ങനെ കുറച്ച് ഫോട്ടോജനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നടന്ന് കാണാനായിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു മിഡ് ഡിസംബർ അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റിലൊക്കെ ആയിരിക്കും എല്ലാ പൂക്കളും വിരിഞ്ഞ് ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ടാവുക. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു സൈഡിൽ ഫുള്ള് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്, ബാക്കി സൈഡിലൊക്കെ മുട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പോലെയായിരുന്നു. പക്ഷേ നല്ല ഭംഗിയുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വേറെയും കുറേ സ്ഥലങ്ങൾ കാണാനുണ്ടായിരുന്നു. അതിൽ അന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത ഒരു 2 to 3 hours ആയിരുന്നു ഈ ഒരു ഫാമിൽ. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അപ്പം ഇത്തവണ ആരെങ്കിലും ന്യൂസിലാൻഡ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ വനാക്ക ലാവൻഡർ ഫാമിൽ പോകണം. ഇത് സൗത്ത് ഐലൻഡിലാണുള്ളത് കേട്ടോ. ഞങ്ങളപ്പോൾ ലാവൻഡർ ഫാമിൽ നിന്ന് പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല കറക്റ്റ് ടൈമിനാണ് കേട്ടോ ന്യൂസിലാൻഡ് വന്നത്. ഇവിടെ പറഞ്ഞ മാതിരി സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ടേ നിറച്ച് പൂക്കളും നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ടൈമിലാണ് വന്നത്. ഇപ്പം ഇന്നലെ ഞങ്ങൾ ലൂപ്പിൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫ്ലവേഴ്സ് കണ്ടു. അതിവിടെ നാച്ചുറലായിട്ട് റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നിറച്ചുണ്ടാകുന്ന പൂക്കളാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു സീസണിൽ ആ പൂക്കളുടെ പൂക്കളുടെ ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടേ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരുന്നു. അപ്പോൾ അതും നല്ല രസം, നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാവൻഡർ ഫാമിൽ വന്നിട്ടും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളപ്പോൾ തിരിച്ച് പോവുകയാണ്. ഇനി ലേക്ക് വനാക്കയിലേക്കാണ് പോകാൻ പോണത്. അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടെ കാണാം.
അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് നിങ്ങൾ അറിയിക്കുക. നമുക്കതൊരു പ്രചോദനമാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട്. നമ്മൾ കൂടുതലും ഇവിടെ നിന്ന് ട്രാവൽ വ്ളോഗുകൾ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗ്സാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ മനോഹരങ്ങളായിട്ടുള്ള വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.